എറണാകുളം ജില്ലയിലായിരുന്നു നാടിനെ നടുക്കിയ ദാരുണ സംഭവം അരങ്ങേറിയത്. വൈകുന്നേരം ഏകദേശം 6:30 മണിയോടുകൂടി എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 200 മീറ്റർ മാറി റെയിൽവേ പാളത്തിന് സമീപത്തുകൂടി വിൻസെന്റ് എന്ന വ്യക്തി തന്റെ ജോലികൾ പൂർത്തിയാക്കി നടന്നു പോകുന്നതിനിടയിലായിരുന്നു സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്നും അസ്വാഭാവികമായ രീതിയിലുള്ള ഒരു മുരൾച്ച കേട്ടത്. തൊട്ടടുത്തെവിടെയോ തെരുവുനായ്ക്കളുണ്ടെന്ന് വിൻസെന്റിന് മനസ്സിലായി. എന്നാൽ തെരുവുനായ്ക്കൾ മുരളുന്നതോടൊപ്പം തന്നെ എന്തോ തിന്നാൻ ശ്രമിക്കുന്നുമുണ്ട്. യാദൃശ്ചികമായി വിൻസെന്റിന്റെ കണ്ണുകൾ തെരുവുനായ്ക്കൾ കടിച്ചു വലിക്കുന്ന ആ സാധനത്തിൽപ്പെട്ടതും അയാൾ നടുങ്ങിപ്പോയി. അതൊരു മനുഷ്യന്റെ കാലാണ്. കാലിൽ പാദസരം ധരിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊരു സ്ത്രീയുടെ കാലാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വിൻസെന്റിന് വ്യക്തമായി. ഭയന്നു പോയ വിൻസെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കയറുകയും റെയിൽവേ പോലീസിനെ കണ്ട് വിവരം പറയുകയും ചെയ്തു. വിൻസെന്റ് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് റെയിൽവേ പോലീസ് അതിവേഗത്തിൽ തന്നെ എത്തുകയും ചെയ്തു. റെയിൽവേ പാളത്തിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ഒരു ആസ്ബറ്റോസ് ഷീറ്റ് കിടപ്പുണ്ട്. ആ ഷീറ്റിനടിയിൽ നിന്നുമാണ് ഒരു സ്ത്രീയുടെ കാല് തെരുവുനായ്ക്കൾ വലിച്ചിഴയ്ക്കാൻ ശ്രമിക്കുന്നത്. ഷീറ്റിനടിയിൽ ഒരു സ്ത്രീരൂപം കിടക്കുന്നുണ്ടെന്ന് പോലീസ് സംഘത്തിന് വ്യക്തമായി. റെയിൽവേ പോലീസ് ഉടൻ തന്നെ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. SI ഉൾപ്പെടുന്ന സംഘം അതിവേഗം തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തി. സംഭവസ്ഥലത്തെത്തിയ പോലീസ് സംഘം ആസ്ബറ്റോസ് ഷീറ്റ് എടുത്ത് മാറ്റിയതും രൂക്ഷഗന്ധം വമിച്ചു തുടങ്ങി. വിവരമറിഞ്ഞ് അപ്പോഴേക്കും ആ പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടും ഇങ്ങനെ ഒരു സ്ത്രീരൂപം അവിടെ കിടന്നിട്ടും ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്തതിൽ പോലീസുകാർക്ക് സംശയം തോന്നി. അതുമാത്രവുമല്ല, ആ സ്ത്രീയുടെ ശരീരം അഴുകിയ നിലയിലാണ്. എന്നിട്ടും മൃതദേഹത്തിൽ നിന്നുള്ള രൂക്ഷഗന്ധം അവിടെയെങ്ങും അനുഭവപ്പെടാത്തതിലും പോലീസിന് സംശയം തോന്നി. SIയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഇൻക്വസ്റ്റ് നടപടികളും ആരംഭിച്ചു. രാവിലെ തന്നെ ഫോറൻസിക് സംഘം ഡെഡ് ബോഡി കിടന്നിരുന്ന റെയിൽവേ ലൈനിന് സമീപമെത്തി തിരച്ചിൽ ആരംഭിച്ചു. ആ പ്രദേശത്ത് ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ ഫോറൻസിക് സംഘത്തിന് കഴിഞ്ഞില്ല. ആ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും ഫോറൻസിക് സംഘത്തിന് പ്രത്യേകിച്ചൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ പോലീസിന് ലഭിച്ചിരിക്കുന്ന ഒരു തെളിവ് ആ മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പഴയ ഒരു ബാഗാണ്. മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആ ബാഗും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ആ സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ച സമയത്തായിരുന്നു ഞെട്ടിക്കുന്ന ഒരു സത്യം ഡോക്ടർമാർക്ക് മനസ്സിലായത്. അതൊരു ട്രാൻസ് വുമൺ ആണ്. ഒരു പുരുഷൻ സ്ത്രീയായി മാറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷന് സമീപത്തൊക്കെ അത്തരത്തിലുള്ള സ്ത്രീകൾ ധാരാളമായി ഉണ്ട്. അവരിൽ ആരെങ്കിലും ആയിരിക്കുമോ മരണപ്പെട്ടതെന്ന് പോലീസിന് സംശയം തോന്നി. ആ ട്രാൻസ് വുമണിന്റെ പുറത്ത് നിരവധി കുത്തുകളേറ്റിട്ടുണ്ട്. അവരുടെ കഴുത്തിൽ ഒരു ഷോൾ മുറുക്കി കെട്ടിയ നിലയിലാണ്. ഈ സമയത്തായിരുന്നു പോലീസ് സംഘം മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചു നോക്കിയത്. ബാഗിനുള്ളിൽ നിന്നും ഒരു താക്കോലും കുറച്ച് മേക്കപ്പ് സാധനങ്ങളും 5000 രൂപയും പോലീസിന് ലഭിച്ചു. ഇതോടൊപ്പം തന്നെ ചെറിയൊരു പേഴ്സ് കൂടി ബാഗിനുള്ളിലെ അറയിലുണ്ടായിരുന്നു. ആ പേഴ്സിനുള്ളിൽ ഒരു സ്ത്രീയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയും എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഒരു OP ടിക്കറ്റും ഉണ്ടായിരുന്നു. 32 വയസ്സുള്ള വിദ്യ എന്ന സ്ത്രീയുടെ പേരിൽ എടുത്തിരിക്കുന്ന OP ടിക്കറ്റാണത്. അതിനു പുറമെ ഒരു മൊബൈൽ ഫോൺ കൂടി ആ ബാഗിനുള്ളിൽ നിന്ന് പോലീസിന് ലഭിച്ചു. അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ട് തന്നെ ട്രാൻസ് വുമൺ കമ്മ്യൂണിറ്റിയെ പോലീസ് സംഘം ഉടൻ തന്നെ വിവരം അറിയിച്ചു. വിവരമറിഞ്ഞ ഉടൻ തന്നെ അതിന്റെ പ്രതിനിധികൾ ജനറൽ ഹോസ്പിറ്റലിലെത്തി ആ മൃതദേഹം തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടിരിക്കുന്നത് വിദ്യയാണ്. വിദ്യയുടെ റൂംമേറ്റായ മീര തന്നെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ വൈകുന്നേരത്തോടുകൂടി വിദ്യ റൂമിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ്. ചിലപ്പോഴൊക്കെ വിദ്യ സുഹൃത്തുക്കൾക്കൊപ്പം പോകാറുണ്ട്. അങ്ങനെ എവിടേക്കെങ്കിലും പോയതായിരിക്കുമെന്നാണ് റൂംമേറ്റ് മീര കരുതിയിരുന്നത്. ഇതേസമയം ജനറൽ ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പോലീസുകാരെ അറിയിച്ചത്. വിദ്യയുടെ ശരീരത്തിൽ 16 തവണ കുത്തേറ്റിട്ടുണ്ട്. ആഴത്തിലുള്ള മുറിവുകൾ ആന്തരിക അവയവങ്ങളെ പോലും കീറി മുറിച്ച അവസ്ഥയിലാണ്. അത് മാത്രവുമല്ല, വിദ്യയുടെ കഴുത്ത് വെട്ടിമുറിച്ച നിലയിലാണ്. കഴുത്തിൽ ഒരു ഷാൾ കൊണ്ട് വരിഞ്ഞു മുറുകിയിട്ടുണ്ട്. വിദ്യയുടെ മരണം സംഭവിച്ചതിന് ശേഷമാണ് ആ ഷാൾ ഉപയോഗിച്ച് കഴുത്തിൽ കുരുക്കിട്ടിരിക്കുന്നത്. അയ്യപ്പൻകോവിൽ ഭാഗത്തേക്കുള്ള ചെറുവഴിയിൽ വെച്ച് കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്താണ് വിദ്യയുടെ ഡെഡ് ബോഡി കിടന്നിരുന്നത്. ആ പ്രദേശത്ത് നിന്നും കിട്ടാവുന്നത്ര CCTV വിഷ്വൽസ് ശേഖരിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് വിദ്യയുടെ മരണം സംഭവിച്ചിട്ട് 72 മണിക്കൂറുകൾ പിന്നിട്ടു എന്നാണ്. അതുകൊണ്ട് തന്നെ വിദ്യയുടെ മൃതദേഹം ലഭിക്കുന്നതിനും 2 ദിവസം മുൻപുള്ള CCTV വിഷ്വൽസ് പോലീസ് സംഘം കളക്ട് ചെയ്തു തുടങ്ങി. റെയിൽവേ സ്റ്റേഷന് പുറമെ സമീപത്തുള്ള കടകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള CCTV വിഷ്വൽസ് കൂടി പോലീസ് സംഘം കളക്ട് ചെയ്തു. ഏകദേശം ഒരേ വ്യക്തികൾ തന്നെയാണ് ആ ദിവസങ്ങളിൽ ആ വഴിയിലൂടെ കടന്നുപോയിട്ടുള്ളത്. അവരൊക്കെ അതുവഴി സ്ഥിരമായി പോകുന്ന ആളുകളുമാണ്. അവരെയൊക്കെ പോലീസ് സംഘം ലിസ്റ്റ് ചെയ്തു. അതിനു പുറമെ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് താമസിക്കുന്ന അന്യദേശ തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. അവരുടെ ക്യാമ്പുകളിലെത്തി പോലീസ് സംഘം ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോഴാണ് കൂട്ടത്തിലുള്ള 2 പേർ നാട്ടിലേക്ക് പോയി എന്നുള്ള വിവരം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന തൊഴിലാളികൾ പോലീസിനെ അറിയിച്ചത്. എന്നാൽ അവർ പോയിട്ട് ഒരാഴ്ച പിന്നിട്ടു എന്നാണ് തൊഴിലാളികൾ പോലീസിനോട് പറഞ്ഞത്. അവരൊഴികെയുള്ള ബാക്കി ആളുകളെ പോലീസ് സംഘം വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. സാധാരണഗതിയിൽ അന്യദേശ തൊഴിലാളികൾ ഇത്തരം ക്രൈമുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിയിലാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയെല്ലാം പോലീസ് സംഘം വിശദമായി ചോദ്യം ചെയ്തു. അതിനു പുറമെ ആ വഴിയിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന വ്യക്തികളെയും സമീപത്തുള്ള താമസക്കാരെയും ഒക്കെ പോലീസ് സംഘം ചോദ്യം ചെയ്തു.
എത്ര ചോദ്യം ചെയ്തിട്ടും പ്രത്യേകിച്ച് പ്രതിയിലേക്ക് എത്തുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്ത പോലീസിനെ തേടിയെത്തിയത്. വിദ്യയുടെ മൃതദേഹം കണ്ടെത്തിയ അതേ റെയിൽവേ പാളത്തിന് സമീപത്തു നിന്നും മറ്റൊരു ഡെഡ് ബോഡി കൂടി പോലീസിന് ലഭിച്ചു. ഒറ്റ നോട്ടത്തിൽ ട്രെയിൻ തട്ടി മരിച്ചതാണെന്നേ തോന്നൂ. ആ സ്ത്രീയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അതിവേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരേ സ്ഥലത്തു നിന്നും വീണ്ടും വീണ്ടും സ്ത്രീകളുടെ മൃതദേഹം ലഭിക്കുന്നതിൽ നാട്ടുകാർ പലതും പറഞ്ഞു തുടങ്ങി. ആ സ്ഥലത്തു നിന്നും നിരവധി സ്ത്രീകളുടെ മൃതദേഹം ഇതിനോടകം ലഭിച്ചു എന്ന് ഒരു വ്യക്തി പറയുന്നത് ഇതിനിടയിൽ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ വ്യക്തിയെ പോലീസുകാർ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ജോസഫ് എന്ന ആ വ്യക്തി 5 വർഷമായി ആ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 5ഓളം സ്ത്രീകളുടെ മൃതദേഹങ്ങൾ അതേ ഏരിയയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നും അയാൾ പോലീസിന് മൊഴി നൽകി. എല്ലാ തവണയും പതിവ് പോലെ തന്നെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ തുടർന്ന് യാതൊരു അന്വേഷണവും ഉണ്ടാകാറുമില്ല. അക്കാര്യങ്ങളൊക്കെ ജോസഫ് പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജോസഫ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട SI ഉടൻ തന്നെ സ്റ്റേഷനിലെത്തുകയും നേരത്തെ നടന്നിട്ടുള്ള 5 മരണങ്ങളുടെയും പോസ്റ്റ്മോർട്ടം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ എടുക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടിരിക്കുന്ന 6 പേരിൽ 5 പേരും സ്ത്രീകൾ തന്നെയാണ്. ഒരാൾ ട്രാൻസ് വുമണും. ഈ മരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള മൊഴികൾ ആരും തന്നെ പറഞ്ഞിട്ടുമില്ല. കൊല്ലപ്പെട്ടിരിക്കുന്ന 5 സ്ത്രീകളിൽ 4 പേരും അതിക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5ാമത്തെ സ്ത്രീയെയും അതിക്രൂരമായാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ മരണങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കേസ് അന്വേഷിക്കുന്ന SI വിനോദിനും സംശയം തോന്നി. ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം ആകെ തകർന്ന അവസ്ഥയിലാണ്. ആ സ്ത്രീ അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അവരുടെ മൃതദേഹം ലഭിച്ചിട്ടുള്ളത്. നേരത്തെ മരണപ്പെട്ടിട്ടുള്ള ഓരോ സ്ത്രീകളുടെയും ഫയലുകൾ പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. ഓരോ മരണവും 2 മാസങ്ങൾക്കിടയിലാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ മരണങ്ങൾക്കുമിടയിലും 2 മാസത്തെ ഗ്യാപ്പുണ്ട്. കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീകളിൽ 3 പേർ എറണാകുളത്ത് തന്നെ ഉള്ളവരാണ്. ബാക്കിയുള്ള ആളുകൾ ജില്ലയ്ക്ക് പുറത്തുള്ളവരും. എല്ലാ മൃതദേഹങ്ങളും ലഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരേ സ്പോട്ടിൽ നിന്ന് തന്നെയാണ്. പലരുടെയും മൃതദേഹങ്ങൾ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ട്രെയിനിന് മുൻപിലേക്ക് തള്ളിയിട്ട അവസ്ഥയിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് എല്ലാ സ്ത്രീകളുടെയും മരണം സംഭവിച്ചിട്ടുള്ളത് പകൽ സമയത്ത് തന്നെയാണ്. പകൽ സമയത്ത് സ്ത്രീകളെ ഇത്തരത്തിൽ ഉപദ്രവിച്ച് കൊല്ലുന്ന ഒരു വ്യക്തി ആ പ്രദേശത്ത് അങ്ങനെ ആരാണുള്ളതെന്ന് പോലീസിന് സംശയം തോന്നി. നേരത്തെ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെയൊക്കെ മരണവാർത്ത പത്രത്തിലും TVയിലുമൊന്നും അത്ര വലിയ ശ്രദ്ധ പിടിച്ചു പറ്റാഞ്ഞതുകൊണ്ട് തന്നെ അന്വേഷണത്തിനായി പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും എത്തിയിട്ടുമില്ല, അന്വേഷണം നടത്തിയിട്ടുമില്ല. മൃതദേഹങ്ങളൊക്കെ ലഭിച്ച സമയത്ത് ലോക്കൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്നാൽ പ്രതി അല്ലെങ്കിൽ പ്രതികളെ കിട്ടാത്ത സാഹചര്യത്തിൽ ആ കേസ് ക്ലോസ് ചെയ്തിരിക്കുകയുമാണ്. SI വിനോദ് തനിക്ക് തോന്നിയ സംശയങ്ങളൊക്കെ SPയെയും DYSPയെയും ഒക്കെ അറിയിച്ചു. പിന്നീട് ആ കേസിന്റെ ഗതി തന്നെ മാറി. രഹസ്യമായി ഈ കേസ് അന്വേഷിക്കാൻ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ DYSP കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പോലീസ് സംഘം ഈ കേസിന് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ പ്രതി അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഇരയെ തേടി പ്രതി അല്ലെങ്കിൽ പ്രതികൾ ഇറങ്ങുന്ന സമയത്ത് കൈയോടെ തന്നെ അവരെ പിടികൂടാൻ പോലീസ് സംഘം തീരുമാനിച്ചു. പോലീസുകാർ തീരുമാനിക്കുന്ന വ്യക്തിയെ തന്നെ ഇരയാക്കി പ്രതികൾക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ പോലീസ് തീരുമാനിച്ചു. പോലീസ് സംഘം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. കൊല്ലപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആകസ്മികമായി ഒത്തുകിട്ടാറുള്ള ഇരകളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് പ്രതികൾ ചെയ്തു വന്നിട്ടുള്ളത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അയ്യപ്പൻകാവ് ഭാഗത്തേക്ക് പോകുന്നതിനിടയിലുള്ള ആളൊഴിഞ്ഞ ഇടവഴിയിൽ വെച്ചാണ് സംഭവം നടക്കാറുള്ളത്. അത് മനസ്സിലാക്കിയ പോലീസ് സംഘം ഇരയെ അവിടെ എത്തിക്കാൻ തന്നെ തീരുമാനിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ നിർദ്ദേശമനുസരിച്ച് വേഷം മാറിയ പോലീസ് ഉദ്യോഗസ്ഥ ടെസിയെ സംഭവസ്ഥലത്തേക്ക് പോലീസ് സംഘം എത്തിക്കുകയും ചെയ്തു. ഏകദേശം 2 ആഴ്ചയോളം ആ ഇടവഴിയിലൂടെ ടെസി നടന്നു പോയിട്ടും പ്രതി അല്ലെങ്കിൽ പ്രതികൾ അവരെ സമീപിച്ചില്ല. ടെസി ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വേഷം മാറി മറ്റൊരു ഭാഗത്ത് അവരെ നിരീക്ഷിക്കുന്നുണ്ടാകും. 2 ആഴ്ച പിന്നിട്ടിട്ടും പ്രതികളാരും തന്നെ ടെസിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ പോലീസ് സംഘം അവരുടെ ആത്മവിശ്വാസം കൈവിടാതെ തന്നെ ടെസിയെ ആ ഭാഗത്തുകൂടി നടത്തിക്കുന്നത് തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം സാധാരണക്കാരിയെ പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ടെസി ആ ഇടവഴിയിലൂടെ നടന്നു പോകുന്നതിനിടയിലായിരുന്നു പിന്നിൽ നിന്നും ആരോ വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തിരിഞ്ഞു നോക്കി ടെസി കാണുന്നത് ഒരു ചെറുപ്പക്കാരനെയാണ്. തന്റെ തലയിലേക്ക് കൈ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതാണ് ടെസി കണ്ടത്. എന്താണെന്ന് ടെസി ചോദിച്ചെങ്കിലും ആ ചെറുപ്പക്കാരൻ ടെസിയുടെ തലയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ടെസിയുടെ അടുത്തേക്ക് എത്തി. ഈ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഒരു വിസിലടി ശബ്ദം ആ ചെറുപ്പക്കാരൻ കേട്ടത്. പോലീസുകാർ അതിവേഗം തന്നെ ആ ചെറുപ്പക്കാരനെ വളയുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഒന്നും മനസ്സിലാകാത്തതുപോലെ ചെറുപ്പക്കാരൻ പോലീസുകാരോട് കാര്യം തിരക്കി. ടെസിയുടെ തലയിൽ എന്തോ ഇരിക്കുന്നത് കണ്ട് അത് എടുത്തു കളയാനാണ് താൻ ശ്രമിച്ചതെന്ന് ആ ചെറുപ്പക്കാരൻ ഹിന്ദിയിൽ പോലീസുകാരോട് പറഞ്ഞു. പോലീസ് സംഘം ആ ചെറുപ്പക്കാരനെ അതിവേഗം തന്നെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ബീഹാറിലെ ഗോപാൽഗഞ്ച് സ്വദേശിയായ സോനം കുമാറിനെയാണ് പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭാഗമായാണ് കേരളത്തിലേക്ക് എത്തിയത്. അവിടെ അടുത്ത് തന്നെ അന്യദേശ തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പിൽ തന്നെയാണ് സോനം കുമാറും താമസിക്കുന്നത്. ആ സ്ത്രീയുടെ തലയിൽ എന്തോ ഇരിക്കുന്നത് കണ്ട് താൻ സഹായിക്കാൻ ശ്രമിച്ചതാണെന്ന് സോനം കുമാർ പോലീസിനോട് ആവർത്തിച്ച് പറഞ്ഞു. ഈ സമയത്തായിരുന്നു SI അവിടെയുണ്ടായിരുന്ന ഫയലിൽ നിന്നും
നേരത്തെ കൊല്ലപ്പെട്ടിട്ടുള്ള സ്ത്രീകളുടെ ഫോട്ടോ സോനംകുമാറിന് കാണിച്ചു കൊടുത്തത്. എന്നാൽ ആ സ്ത്രീകളെയൊന്നും തനിക്കറിയില്ല എന്ന് സോനംകുമാർ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. ആ സ്ത്രീകളെയൊക്കെ കൊലപ്പെടുത്തിയത് സോനംകുമാർ തന്നെയാണെന്ന് തങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്നും വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷയും തനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്നും പോലീസുകാരോട് സഹകരിക്കുകയാണെങ്കിൽ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് നൽകാൻ സാധിക്കുമെന്നും SI വിനോദ് പറഞ്ഞതോടുകൂടി സോനംകുമാർ പല കാര്യങ്ങളും പറഞ്ഞു തുടങ്ങി. കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ടായിരുന്നു സോനംകുമാറും സഹോദരൻ രവികുമാറും കേരളത്തിലേക്ക് എത്തിയത്. കൺസ്ട്രക്ഷൻ വർക്കൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടി അവർ നടക്കുന്നത് പതിവാണ്. ആ സമയത്താണ് പകൽ സമയങ്ങളിൽ ആ ഇടവഴിയിലൂടെ ആരും അങ്ങനെ നടക്കാറില്ല എന്നും ചില സമയങ്ങളിലൊക്കെ സ്ത്രീകൾ പല സാധനങ്ങളും വാങ്ങി അതുവഴി ഒറ്റയ്ക്ക് നടന്നു പോകാറുണ്ടെന്നുമുള്ള കാര്യം സോനംകുമാറിനും രവികുമാറിനും മനസ്സിലായത്. കേരളത്തിലെ സ്ത്രീകൾ പൊതുവെ ആഭരണം നന്നായി ധരിക്കുന്നുണ്ടെന്നുമുള്ള കാര്യം ആ സഹോദരങ്ങൾ മനസ്സിലാക്കി. തങ്ങൾക്ക് പറ്റിയ ഒരു ഇരയെ തിരക്കി അവർ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ അതുവഴി നടന്നു പോയത്. ആ സ്ത്രീയുടെ തലയിൽ എന്തോ ഇരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രവികുമാർ തന്നെയാണ് അവരുടെ അടുത്തേക്ക് അടുത്തത്. അപ്രതീക്ഷിതമായി ആ സ്ത്രീയെ കീഴ്പ്പെടുത്തുകയും തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഇരുവരും ചേർന്ന് അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള ആഭരണങ്ങളൊക്കെ മോഷ്ടിച്ച ശേഷം അവരുടെ മരണമുറപ്പിച്ച സഹോദരങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ റെയിൽവേ ട്രാക്കിലേക്ക് ആ സ്ത്രീയുടെ ശരീരം തള്ളിയിടുകയായിരുന്നു. ആ സംഭവം നടന്ന് 2 മാസം പിന്നിട്ടിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ സഹോദരങ്ങൾ അവരുടെ പഴയ രീതി തന്നെ വീണ്ടും ആവർത്തിച്ചു. അങ്ങനെ തുടർച്ചയായി 5 സ്ത്രീകളെയാണ് അവർ കൊലപ്പെടുത്തിയത്. ആ സ്ത്രീകളുടെ ശരീരത്തിൽ നിന്നും അഴിച്ചെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കേരളത്തിലെ ഒരു സ്ഥലത്തും വിൽക്കാതെ ബീഹാറിൽ കൊണ്ടുപോയി അവിടെയുള്ള ജ്വല്ലറികളിൽ വിറ്റ് പണമാക്കാറാണ് പതിവ്. സോനംകുമാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നടുങ്ങിപ്പോയ DYSP ഉൾപ്പെടുന്ന സംഘം കൊല്ലപ്പെട്ട ട്രാൻസ്ജെൻഡറിന്റെ ഫോട്ടോയും സോനംകുമാറിനെ കാണിച്ചു. എന്നാൽ ആ സ്ത്രീയെ തനിക്ക് പരിചയമില്ല എന്നും ആ സ്ത്രീയെ താൻ കൊലപ്പെടുത്തിയിട്ടില്ല എന്നും അങ്ങനെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട വാർത്ത താനും അറിഞ്ഞിരുന്നു എന്നും പോലീസിനോട് വ്യക്തമാക്കി. ട്രാൻസ്ജെൻഡർ വിദ്യയുടെ മരണത്തിന് ശേഷം മറ്റൊരു സ്ത്രീ കൂടി മരിച്ചിട്ടുണ്ട്. ആ സ്ത്രീയെയും തങ്ങൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് സോനംകുമാർ പോലീസിന് മൊഴി നൽകി. 6 കൊലപാതകങ്ങളും തങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നതെന്ന് സോനംകുമാർ ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും വിദ്യയെ മാത്രം കൊലപ്പെടുത്തിയത് തങ്ങളല്ല എന്നുള്ള മൊഴിയിൽ അയാൾ ഉറച്ചു നിൽക്കുകയും ചെയ്തു. വിദ്യയെ കൊലപ്പെടുത്തിയത് സോനംകുമാറും അയാളുടെ സഹോദരനും ചേർന്നല്ല എങ്കിൽ പിന്നെ ആരാണ് ആ മരണത്തിന് ഉത്തരവാദി എന്നും വിദ്യയുടെ മൃതദേഹം അതേ സ്പോട്ടിൽ എങ്ങനെ വന്നു എന്നും പോലീസിന് സംശയം തോന്നി. അത് മാത്രവുമല്ല, വിദ്യയുടെ ഡെഡ് ബോഡി ലഭിച്ച സമയത്ത് സഹോദരങ്ങൾ രണ്ടും ബീഹാറിൽ തന്നെയായിരുന്നു. അന്യദേശ തൊഴിലാളികളുടെ ക്യാമ്പിൽ അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തിന് ആ വിവരം നേരത്തെ തന്നെ ലഭിച്ചിട്ടുള്ളതാണ്. ആ സഹോദരങ്ങൾ ബീഹാറിൽ തന്നെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പോലീസ് സംഘം അന്വേഷിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു. 6 കൊലപാതകങ്ങളും താൻ തന്നെയാണ് ചെയ്തതെന്ന് സോനംകുമാർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ വിദ്യയെ കൊന്നത് താനല്ല എന്നും അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. 7 പേരെ കൊന്നാലും ഒരാളെ കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ സോനംകുമാർ കള്ളം പറയുകയായിരിക്കില്ല എന്ന് DYSP ഉൾപ്പെടുന്ന സംഘം വിലയിരുത്തി. അത് മാത്രവുമല്ല, വിദ്യ കൊല്ലപ്പെടുന്ന സമയത്ത് ആ സഹോദരങ്ങൾ ബീഹാറിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിദ്യയെ കൊലപ്പെടുത്തിയത് ആരായിരിക്കാം? വിദ്യയെ കൊലപ്പെടുത്തിയ വ്യക്തി ആര് തന്നെയാണെങ്കിലും അത് കണ്ടെത്താൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു. അങ്ങനെ വിദ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം കളക്ട് ചെയ്ത മുഴുവൻ ഡീറ്റെയിൽസും ഒന്നുകൂടി വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ സമയത്തായിരുന്നു വിദ്യയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് DYSP വിശദമായി തന്നെ ഒന്ന് വായിച്ചു നോക്കിയത്. പല ആവർത്തി വായിച്ചു നോക്കിയപ്പോൾ DYSPക്ക് ഒരു സംശയം തോന്നി. 16 തവണ ആഴത്തിലുള്ള കുത്തേറ്റാണ് വിദ്യ മരണപ്പെട്ടിരിക്കുന്നത്. അവരുടെ കൈവശമുണ്ടായിരുന്ന പണമോ ആഭരണമോ ഒന്നും തന്നെ നഷ്ടമായിട്ടില്ല. ആഴത്തിലുള്ള കുത്തേറ്റ് വിദ്യ മരണമടഞ്ഞിട്ടും ആ മരണം ഉറപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കിയിട്ടുമുണ്ട്. വിദ്യ എന്ന ട്രാൻസ് വുമൺ കൊല്ലപ്പെടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി ആരോ അവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം DYSPക്ക് വ്യക്തമായി. അങ്ങനെയെങ്കിൽ വിദ്യയെ പരിചയമുള്ള വ്യക്തി തന്നെയാകാം അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യയുടെ ബാക്ക്ഗ്രൗണ്ട് വിശദമായി ഒന്ന് പഠിക്കാൻ തന്നെ പോലീസ് സംഘത്തിന് നിർദ്ദേശം കിട്ടി. DYSP വളരെ വ്യക്തമായൊരു ലീഡാണ് കൊടുത്തിരിക്കുന്നത്. ആ ലീഡിനെ അടിസ്ഥാനമാക്കി അന്വേഷണ സംഘം ഒരു അന്വേഷണം നടത്താൻ തന്നെ തീരുമാനിച്ചു. വിദ്യയുമായി ബന്ധപ്പെട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ബന്ധമുള്ള ആളുകളെ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത പോലീസ് സംഘം അവരെ ഓരോരുത്തരെയായി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. വിദ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ മീരയെ തന്നെയാണ് പോലീസ് സംഘം ആദ്യം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. വിദ്യയെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മീര പോലീസുകാരോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി വിദ്യ എറണാകുളത്ത് തന്നെയുണ്ട്. അതിനു മുൻപ് വിദ്യ തന്റെ സ്വന്തം നാടായ തിരുവനന്തപുരത്തെ ബാലരാമപുരത്തായിരുന്നു. വിദ്യയുടെ യഥാർത്ഥ പേര് വിശാഖ് എന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായ വിശാഖ് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ വിവാഹശേഷമാണ് താനൊരു സ്ത്രീയായി മാറുന്നു എന്നുള്ള കാര്യം വിശാഖിന് വ്യക്തമായത്. അങ്ങനെയാണ് അയാൾ ആ പെൺകുട്ടിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി എറണാകുളത്തേക്കെത്തി പിന്നീട് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി മാറിയത്. തന്റെ ഭർത്താവായ വിശാഖ് ഒരു സ്ത്രീയായി മാറുകയാണെന്ന് മനസ്സിലാക്കിയ ആ പെൺകുട്ടി മ്യൂച്വൽ കൺസേണിൽ തന്നെ ഡിവോഴ്സിന് തയ്യാറാവുകയായിരുന്നു. വിശാഖ് ഒരു ട്രാൻസ് വുമണായി മാറുകയാണെന്നുള്ള സത്യം ആ പെൺകുട്ടി മറ്റുള്ള ആളുകളെ അറിയിച്ചതുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യയെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങളും വിശാഖ് സുഹൃത്തായ മീരയോട് പറഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. വിശാഖ് എന്ന വിദ്യയെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം മീര പോലീസുകാരോട് പറഞ്ഞു. വിശാഖിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസുകാർ ചോദിച്ചെങ്കിലും അങ്ങനെ ശത്രുക്കൾ ആരും ഉള്ളതായി തനിക്ക് അറിവില്ല എന്ന് മീര പോലീസുകാരോട് പറഞ്ഞു.
വിശാഖിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരിയുമാണുള്ളത്. തന്റെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വീട്ടുകാരെ വിഷമിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് വിശാഖ് സ്വന്തം നാട് വിട്ട് എറണാകുളത്തേക്ക് എത്തിയത്. മീരയിൽ നിന്നും വിശാഖിന്റെ സഹോദരി വീണയുടെ മൊബൈൽ നമ്പർ കൈവശപ്പെടുത്തിയ പോലീസ് സംഘം വീണയെ നേരിൽ കണ്ട് വിശാഖിനെ കുറിച്ച് അന്വേഷിച്ചു തുടങ്ങി. വിശാഖിന്റെ അമ്മ ഒരു ടീച്ചറാണ്. എന്നാൽ പിതാവാകട്ടെ തികഞ്ഞ ഒരു മദ്യപാനി ആയതുകൊണ്ട് തന്നെ കുടുംബം നോക്കാത്ത ആളുമാണ്. ഏക പ്രതീക്ഷ എല്ലാവർക്കും വിശാഖിലായിരുന്നു. ഡിഗ്രി പഠനം കഴിഞ്ഞ ഉടൻ തന്നെ വിശാഖിന് ടെക്നോ പാർക്കിൽ ഒരു ജോലി ലഭിച്ചു. അവിടെ തന്നെയുള്ള ഒരു സുഹൃത്തിനെ തന്നെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയുമായി അടുപ്പത്തിലായ വിശാഖ് അവളെ തന്നെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം അവർ വിവാഹമോചിതരുമായി. വിശാഖിലുണ്ടായ മാറ്റമറിഞ്ഞ് വീട്ടുകാരാകെ തകർന്നു. വീട്ടുകാരോട് പറയാതെ വിശാഖ് അങ്ങനെയാണ് എറണാകുളത്തേക്ക് പോന്നത്. IT പ്രൊഫഷണലായിരുന്ന വിശാഖ് വിദ്യയായി മാറിയ സമയത്ത് ഒട്ടുമിക്ക ട്രാൻസ്ജെൻഡർമാരും ചെയ്യാറുള്ളത് പോലെ ബസ്സിലും ട്രെയിനിലുമൊക്കെ പാട്ട് പാടുകയും ഭിക്ഷയാചിക്കുകയും ഒക്കെ ചെയ്താണ് വിശാഖ് എന്ന വിദ്യ എറണാകുളത്ത് ജീവിച്ചത്. എത്ര അന്വേഷിച്ചിട്ടും പ്രതിയിലേക്ക് എത്തുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വിദ്യയുടെ ഡെഡ് ബോഡി കിടന്നിരുന്ന സമീപത്ത് നിന്ന് ലഭിച്ച വിദ്യയുടെ തന്നെ ഒരു ബാഗ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് വീണ്ടും ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ DYSP ഉൾപ്പെടുന്ന സംഘം തീരുമാനിച്ചു. ആ ബാഗിനുള്ളിൽ നിന്ന് ലഭിച്ച ഓരോ സാധനവും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴായിരുന്നു ബാഗിനുള്ളിൽ നിന്നും നേരത്തെ പോലീസുകാർക്ക് ലഭിച്ചിരുന്ന 5000 രൂപ പൊതിഞ്ഞു വെച്ചിരുന്ന ഒരു നോട്ടീസ് DYSPയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. എറണാകുളത്ത് തന്നെയുള്ള ഒരു സ്വർണ്ണപ്പണയ ഇടപാട് സ്ഥാപനമായ സരസ്വതി ഫിനാൻസ് ഇൻവെസ്റ്റ്മെന്റിന്റെ നോട്ടീസ് ആയിരുന്നു അത്. ആ നോട്ടീസിൽ ആ സ്ഥാപനം പുതിയതായി തുടങ്ങാൻ പോകുന്ന ഒരു ചിട്ടിയുടെ വിവരവുമുണ്ട്. ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വിദ്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ തന്നെ പോലീസ് സംഘം തീരുമാനിക്കുകയും ആ ഫിനാൻസ് സ്ഥാപനത്തിലെത്തി അവിടെയുള്ള ആളുകളെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയും അവിടെയുള്ള ലെഡ്ജർ പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ വിദ്യ എന്ന പേരിൽ അങ്ങനെ ഒരാൾ ആ സ്ഥാപനത്തിൽ ചിട്ടി ഇടപാടുകളോ പണയമിടപാടുകളോ നടത്തിയിട്ടില്ല എന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥർ മൊഴി നൽകി. വിദ്യയുടെ പേരും അവിടെയുള്ള ലെഡ്ജറിലൊന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. എങ്കിലും ആ ലെഡ്ജറിന്റെ കഴിഞ്ഞ 6 മാസത്തെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുള്ള പേജുകളുടെയൊക്കെ ഫോട്ടോസ് പോലീസ് സംഘം കളക്ട് ചെയ്യുകയും ചെയ്തു. വിദ്യയുടെ മരണം സംഭവിച്ച ദിവസവും അതിനുശേഷമുള്ള ദിവസങ്ങളിലും ആ ഇടവഴിയിലൂടെ നടന്നു പോയിട്ടുള്ള ഒട്ടുമിക്ക ആളുകളുടെയും CCTV വിഷ്വൽസ് കേന്ദ്രീകരിച്ച് പോലീസ് സംഘം അന്വേഷണം നടത്തിയിട്ടുണ്ട്. അന്ന് അതുവഴി കടന്നു പോയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് വിദ്യയുടെ മരണവുമായി ബന്ധമുണ്ടെന്ന് തന്നെ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുവഴി കടന്നു പോയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം അവരെയൊക്കെ വിശദമായി ചോദ്യം ചെയ്യുകയും അവരുടെയൊക്കെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് അതുവഴി കടന്നുപോയ വ്യക്തികളുടെയും വിദ്യയുമായി ബന്ധമുള്ള വ്യക്തികളുടെയും ഒക്കെ ഡീറ്റെയിൽസ് പോലീസ് സംഘം ശേഖരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പേര് വിവരങ്ങൾ ഓരോന്നായി DYSPയുടെ നിർദ്ദേശപ്രകാരം SI വായിച്ചു തുടങ്ങി. ആ പേരുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ അവരുടെ പേര് വിവരങ്ങൾ സ്വർണ്ണപ്പണയ ഇടപാട് സ്ഥാപനത്തിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ലെഡ്ജറിന്റെ ഫോട്ടോ കോപ്പികളിൽ ഉണ്ടോ എന്ന് നോക്കാൻ DYSP ഉടൻ തന്നെ നിർദ്ദേശം നൽകി. അങ്ങനെ ഓരോ വ്യക്തികളുടെയും പേര് വിവരങ്ങൾ വായിക്കുന്നതിനിടയിലായിരുന്നു സാമ്യമുള്ള 3 പേരുകൾ ഒരുപോലെ വരുന്നത് DYSPയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. രാജീവ് എന്നൊരു വ്യക്തിയും രാജീവ് കുമാർ എന്നൊരു വ്യക്തിയും രാജീവ് കൊട്ടിയൂർ എന്നൊരു വ്യക്തിയും 2 ലിസ്റ്റിലും ഒരുപോലെ ഉൾപ്പെട്ടിട്ടുണ്ട്. പോലീസ് സംഘം 3 രാജീവുമാരെയും കണ്ടെത്തി ചോദ്യം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. രാജീവും രാജീവ് കുമാറും എറണാകുളത്ത് തന്നെ ഉള്ളവരാണ്. എന്നാൽ രാജീവ് കൊട്ടിയൂർ എന്ന വ്യക്തി എറണാകുളം ഷിപ്പ്യാർഡിലാണ് ജോലി ചെയ്യുന്നത്. ഷിപ്പ്യാർഡിലെത്തി പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തി. തന്റെ കുഞ്ഞ് മരണപ്പെട്ടതിനെ തുടർന്ന് രാജീവ് തന്റെ നാട്ടിലേക്ക് ജോലി മതിയാക്കി പോയി എന്നാണ് ഷിപ്പ്യാർഡിലുള്ള വ്യക്തികൾ പോലീസിന് മൊഴി നൽകിയത്. നേരത്തെ ചോദ്യം ചെയ്ത രാജീവ് നോർത്ത് സ്റ്റേഷന് സമീപത്ത് ഒരു കട നടത്തുന്ന വ്യക്തിയാണ്. പിന്നീട് ചോദ്യം ചെയ്ത രാജീവ് കുമാർ ആകട്ടെ ഒരു അധ്യാപകനും. അവരിൽ ഇരുവരിലും സംശയം തോന്നാത്ത പോലീസ് സംഘം രാജീവ് കൊട്ടിയൂരിനെ തന്നെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെയാണ് രാജീവിനെ തേടി പോലീസ് സംഘം കണ്ണൂരിലെത്തിയത്. രാജീവിനോട് സംസാരിച്ച പോലീസുകാർക്ക് തീർത്തും അത്ഭുതം തോന്നി. താൻ പോലീസുകാരെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നും ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് സംഘം തന്നെ തേടിയെത്തുമെന്ന് തനിക്ക് അറിവുള്ള കാര്യമാണെന്നും രാജീവ് പോലീസുകാരോട് പറഞ്ഞു. രാജീവിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ അയാൾ നടന്ന സംഭവങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ഏതാനും നാളുകൾക്ക് മുൻപാണ് ഹൃദയവാൽവിലെ തകരാറിനെ തുടർന്ന് രാജീവിന്റെ മകൻ മരണപ്പെട്ടത്. രാജീവിന് എല്ലാമായിരുന്ന മകന് വേണ്ടിയായിരുന്നു രാജീവ് എറണാകുളത്തെത്തി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം മകന്റെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് മകനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഒരു ഫോൺ കോൾ എത്തിയതിനെ തുടർന്നായിരുന്നു തന്റെ മാല സരസ്വതി ഫിനാൻസ് സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ 30,000 രൂപയുമായി കണ്ണൂരിലേക്ക് പുറപ്പെടുന്നതിനായി ആ റെയിൽവേ സ്റ്റേഷന് സമീപത്തേക്ക് എത്തിയത്. രാജീവ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ എടുക്കുന്ന കാഴ്ചയാണ് ദൂരെ നിന്ന് തന്നെ അയാൾ കണ്ടത്. സ്റ്റേഷനിലേക്കുള്ള ഇടവഴിയിലേക്ക് ഓടുന്നതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി രാജീവിനെ പിന്നിൽ നിന്നും ആരോ പിടിച്ചു തള്ളിയത്. അയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് ഒരു ട്രാൻസ്ഫോമർ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് രാജീവ് കണ്ടത്. കാല് പിടിച്ചപേക്ഷിച്ചിട്ടും ആ സ്ത്രീ അതൊന്നും വകവയ്ക്കാതെ രാജീവിനെ ഉപദ്രവിച്ച ശേഷം അവിടെ നിന്ന് കടന്നുപോയി. തന്റെ മകൻ ക്രിട്ടിക്കൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ ട്രെയിൻ മിസ്സായാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ രാജീവ് സ്റ്റേഷനിലേക്ക് അതിവേഗം ഓടിയെത്തിയെങ്കിലും ട്രെയിൻ പോവുകയും ചെയ്തു. ഒരുപാട് കാത്തിരുന്നതിന് ശേഷമാണ് കണ്ണൂരിലേക്കുള്ള അടുത്ത ട്രെയിൻ എത്തിയത്. രാജീവ് കണ്ണൂരിലെത്തിയെങ്കിലും തന്റെ മകൻ മരിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ അവസാന നിമിഷങ്ങളിൽ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ആ മകൻ വാശി പിടിച്ച് കരഞ്ഞിരുന്നു.
തന്റെ മകന്റെ അവസാന നിമിഷങ്ങളിൽ ഒപ്പമുണ്ടാകാൻ കഴിയാതെ പോയതിന് കാരണം ആ ട്രാൻസ് വുമൺ ആണെന്ന് മനസ്സിലുറപ്പിച്ച രാജീവ് മകന്റെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയ ശേഷം തിരികെ എറണാകുളത്തേക്ക് തന്നെ എത്തി. ഒരവസരം കാത്തിരുന്ന രാജീവ് ആ റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് തന്നെ ട്രാൻസ് വുമൺ വിദ്യയെ കൈവശം കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയും ചെയ്തു. അവരുടെ മരണം ഉറപ്പാക്കുന്നതിനായി കഴുത്തിൽ ഒരു ഷോൾ ചുറ്റുകയും ചെയ്തു. പിന്നീട് അവരുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്തേക്ക് വലിച്ചിട്ടു. അവരുടെ ശരീരത്തിന് മുകളിലേക്ക് ഒരു ആസ്ബെസ്റ്റോസ് ഷീറ്റ് ഇട്ട ശേഷം അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. രാജീവ് പറഞ്ഞ കാര്യങ്ങൾ ഒരമ്പരപ്പോടുകൂടിയാണ് പോലീസ് സംഘം കേട്ടുനിന്നത്. നേരത്തെ വിദ്യ എന്ന വിശാഖിന്റെ കഥയും പോലീസുകാർ കേട്ടതാണ്. അവർ വിദ്യയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ രാജീവിനോടും പറഞ്ഞു. രാജീവിനും തീർത്തും ഒരമ്പരപ്പാണുണ്ടായത്. ഒരു IT ഉദ്യോഗസ്ഥനായിരുന്ന വിശാഖ് ഇത്തരത്തിലൊരു മോഷണം നടത്തുമോ എന്ന് രാജീവിന് പോലും സംശയം തോന്നി. തനിക്കൊരു പക്ഷെ തെറ്റ് പറ്റിയതായിരിക്കുമോ എന്ന് രാജീവ് സംശയിച്ചു. പലപ്പോഴും ട്രാൻസ്ജെൻഡേഴ്സായി മാറുന്ന ആളുകളെ സമൂഹം പരിഗണിക്കാറില്ല. അവർക്കുള്ള ജോലിയുടെ അവസരങ്ങൾ പോലും നിഷേധിക്കപ്പെടാറുണ്ട്. അങ്ങനെ വരുന്ന അവസരങ്ങളിൽ പല ട്രാൻസ്ജെൻഡർമാരും ജീവിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന വഴി തന്നെയാണ് മോഷണവും പിടിച്ചുപറിയും. ഇവിടെ വിശാഖ് എന്ന വിദ്യയ്ക്കും അതുതന്നെയാകാം സംഭവിച്ചതെന്ന് പോലീസ് വിലയിരുത്തി.